ഏതൊരു വസ്തുവിലാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടക്കിക്കിടക്കുന്നത്, അതിൽ നിന്നു തന്നെ നിങ്ങൾക്ക് നിരാശ അനുഭവിക്കേണ്ടതായി വരുമെന്ന ബോധമുള്ളവൻ ജ്ഞാനിയാകുന്നു. നമ്മൾക്ക് വിരക്തിയുള്ള വസ്തുക്കളിൽ നിന്ന് വേദനകൾ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞത്. സംഘത്തിൽ നിന്ന് ദുഃഖവും നിസ്സംഗത്തിൽ നിന്ന് സുഖവും ലഭിക്കുന്നു എന്ന് സാരം. ആശയുടെ തേരിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള സുഖം വിവരണാതീതമായിരിക്കും. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്നതുപോലെ ഐശ്വര്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അവയെ ത്യജിക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ കഴിയും. ഭൗതിക സുഖങ്ങൾ ക്ഷണികമാണെന്ന തിരിച്ചറിവിൽ നിന്ന് ഒരാൾക്ക് മനസുഖം ലഭിക്കുന്നു. ഭാരമൊഴിഞ്ഞ മനസ്സ് കാറ്റു നിറച്ച ബലൂൺ പോലെ സന്തോഷത്താൽ പാറി നടക്കും. ബോധോദയം ലഭിച്ചവന് സ്വന്തം ശരീരം പോലും ഭാരമാണത്രേ. അപ്പോൾ പിന്നെ ആ ശരീരം കൊണ്ട് ലഭിക്കുന്ന സുഖം ജ്ഞാനിക്ക് എത്ര ഭാരമുള്ളതായിരിക്കും.